മലബാർ ഡിജിറ്റൽ ഓണം ഓഫറുകൾ. ഈ ഓണത്തിന് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ മലബാർ ഡിജിറ്റൽ ഇതാ ഒരു സുവർണാവസരവുമായി എത്തുന്നു. 0% പലിശയിൽ തവണ വ്യവസ്ഥയിലും ഗൃഹോപകരണങ്ങൾ നേടാം. ഈ ഓണത്തിന് നിങ്ങളുടെ വീടുകളിലേക്ക് സന്തോഷമെത്തിക്കൂ. ആകർഷകമായ ഓഫറുകൾക്കായി ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള മലബാർ ഡിജിറ്റൽ സന്ദർശിക്കൂ. മലബാർ ഓണം, സ്മാർട്ട് ഓണം. അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവും തലമുറയുടെ കൈപുണ്യവും വൃത്തിയുടെയും ഗുണമേന്മയുടെയും ഉറപ്പുമായി പാഞ്ഞാളിലെ കൃഷ്ണ പപ്പടം ഓണസദ്യയുടെ രുചിയിൽ മകുടം ചാർത്തുന്നു. ഈ ഓണക്കാലം പപ്പട പ്രേമികൾക്ക് ഒരു ഉത്സവകാലമാണ്. ഓണത്തിന്റെ രുചിപ്പെരുമ പാഞ്ഞാളിലെ കൃഷ്ണ പപ്പടം. ഓണമെത്തുമ്പോൾ ഓരോ മലയാളിയുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചില ദൃശ്യങ്ങളുണ്ട്. തുമ്പപ്പൂവും പൂക്കളവും കൈക്കൊട്ടിക്കളിയും പുലിക്കളിയും. അതിലൊന്നുണ്ട് തൂഷനിലയിലെ നിറവിഭവങ്ങൾക്കൊപ്പം ഒരു കിരീടം പോലെ തലയുയർത്തി നിൽക്കുന്ന മുരിഞ്ഞ പപ്പടം. ആ പപ്പടത്തിന്റെ രുചിയുടെ കഥയാണ് പാഞ്ഞാളിലെ കൃഷ്ണ പപ്പടത്തിന് പറയാനുള്ളത്. 50 വർഷങ്ങൾക്കപ്പുറം ഒരു കൊച്ചു വീട്ടുപറമ്പിൽ തുടങ്ങിയ ഈ പപ്പട നിർമ്മാണ കേന്ദ്രം ഇന്ന് തലമുറകളുടെ കൈപുണ്യം കൊണ്ട് തൃശൂരിന്റെയും പാലക്കാടിന്റെയും മലപ്പുറത്തിന്റെയും ഓണസദ്യകൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത വിരുന്നൊരുക്കുകയാണ്. എത്ര വർഷമായി കൃഷ്ണ പപ്പടം? 50 വർഷം ഇതുണ്ടാവും. പരമ്പരാഗത ഇപ്പൊ എത്ര തൊഴിലാളികളുണ്ട്? തൊഴിലാളികൾ 10-12 പേര്. എവിടേക്കാണ് നമ്മുടെ കൃഷ്ണ പപ്പടം കൂടുതലായിട്ട് സെയിൽ ചെയ്യുന്നത്? ഷർണൂര്, ചൈനക്കര, പഴയന്നൂര്, തിരുവല്ലമല. എന്താണ് കൃഷ്ണ പപ്പടത്തിന്റെ പ്രത്യേകത? അത്രയധികം ജനങ്ങളുടെ ഒരു ഇഷ്ട പപ്പടമായി മാറാനുള്ള കാരണം? ക്വാളിറ്റി ഉണ്ടാവും. ക്വാളിറ്റി ഉണ്ട്. ഉപയോഗിക്കുന്ന സാധനങ്ങള് നല്ല ബ്രാൻഡഡ് സാധനങ്ങളാണ്. പ്രധാനമായിട്ട് പപ്പടത്തിന്റെ ചേരുവകൾ എന്തെല്ലാം? ഉഴുന്നുമാവ്, പപ്പടക്കാരം, ഉപ്പ്, നല്ലെണ്ണ. ഒരു കാലത്ത് അമ്മമാരും മറ്റും കൈകൾ കൊണ്ട് മാവ് കുഴച്ചും നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് ഓരോ പപ്പടവും പരത്തിയും വെയിലത്ത് ഉണക്കിയുമായിരുന്നു ഈ വ്യവസായം നടത്തിയിരുന്നത്. വിയർപ്പും കഠിനാധ്വാനവും നിറഞ്ഞ ഈ ഭൂതകാലം ഇന്ന് ഓർമ്മകൾ മാത്രമാണ്. ആദ്യം ഞങ്ങൾ വീട്ടിലായിരുന്നു ഉണ്ടാക്കല്, ഫാമിലി ആയിട്ട്. ഇപ്പൊ പണിക്കാരനൊക്കെ വെച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. സാങ്കേതിക വിദ്യയുടെ സഹായം സ്വീകരിച്ചുകൊണ്ട് കൃഷ്ണ പപ്പടം കാലത്തിനൊപ്പം ചുവടുവെച്ചു. യന്ത്രങ്ങൾ മാവ് കുഴയ്ക്കുന്നതും പരത്തുന്നതും ആവശ്യമുള്ള വട്ടത്തിൽ മുറിച്ചെടുക്കുന്നതും വേഗത്തിലാക്കി. എങ്കിലും ഈ പപ്പടത്തിന്റെ രുചിയിൽ ഇന്നും കൈപുണ്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഉടമകളായ കുട്ടൻ, ബാലചന്ദ്രൻ, സുരേന്ദ്രൻ എന്നിവരുടെ കുടുംബം ഇന്നും ഈ പാരമ്പര്യം മുറുകെ പിടിക്കുന്നുമുണ്ട്. ഈ ഓണക്കാലത്ത് ദിവസവും 350 കിലോ മാവ് ഉപയോഗിച്ചാണ് കൃഷ്ണ പപ്പടങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ കഠിന അധ്വാനത്തിന്റെ പ്രധാന രഹസ്യം ഗുണമേന്മയാണ്. പുറമേ നിന്ന് കിട്ടുന്ന ചേരുവകൾ എന്ത് തന്നെയായാലും ഞങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ ഏറ്റവും മികച്ചത് മാത്രമേ ഉപയോഗിക്കൂ, ബാലചന്ദ്രൻ പറയുന്നു. മെയിനായിട്ട് ഉഴുന്നുമാവ്, പിന്നെ പപ്പടക്കാരം, ഉപ്പ്, നല്ലെണ്ണ, അരിപ്പൊടി. പപ്പടം ഒട്ടാതിരിക്കാൻ വേണ്ടി. എത്ര പേരാണ് അതിന്റെ ഉടമസ്ഥന്മാർ? 3 ആളെ. 3 തലമുറകളായിട്ട് 2 അച്ഛനായിട്ടുള്ളത്. കൃഷ്ണ പപ്പടം ഗുരുവായൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ മാർക്കറ്റ് ചെയ്യും. ഗുരുവായൂരില്ല, ഇവിടുത്തെ പ്രദേശത്തെ കാറ്ററിംഗുകാരെല്ലാം ഹോൾസെയിലായിട്ടല്ലേ ഇവിടെ തന്നെയാണ് വാങ്ങിക്കുന്നത്. എത്ര തരം പാക്കറ്റുകളുണ്ട് നമുക്ക്? പാക്കറ്റുകൾ 100 ഗ്രാം മുതൽ 1 കിലോ വരെയുള്ള പാക്കറ്റ്. 100 ഗ്രാം മുതൽ 1 കിലോ വ്യത്യസ്തമായിട്ടുള്ള എല്ലാം പൂർണ്ണമായിട്ടും മെഷീനറീസ് ആണ് ഉപയോഗിക്കുന്നത്. പകുതി മെഷീനറി, ബാക്കി കൈപ്പഴ. ശുദ്ധിയുടെയും വൃത്തിയുടെയും കാര്യത്തിൽ ഇവർക്കൊരു വിട്ടുവീഴ്ചയുമില്ല. പാഞ്ഞാളിലെ ഫാക്ടറിയിൽ നിന്നും പിറവിയെടുക്കുന്ന ഓരോ പപ്പടത്തിലും വൃത്തിയുടെയും ശുദ്ധിയുടെയും ഉറപ്പുമുണ്ട്. ഇത് വെറും വാക്കുകളല്ല, ഓരോ ഉപഭോക്താവിനും അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ തൃശൂർ, മലപ്പുറം അതിർത്തികളിൽ പോലും കൃഷ്ണ പപ്പടം ഒരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു. ഒരു വാണിജ്യ സ്ഥാപനം എന്നതിലുപരി കൃഷ്ണ പപ്പടം ഒരു കുടുംബം പോലെയാണ്. ഉടമകളുടെ സൗഹൃദപരമായ സമീപനവും തൊഴിലാളികളോടുള്ള സ്നേഹവും ഈ സ്ഥാപനത്തിന്റെ വിജയം നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. അവിടെ എത്തുന്ന ഉപഭോക്താക്കളെ സ്വന്തം വീട്ടിലെ അതിഥികളെ പോലെയാണ് സ്വീകരിക്കുന്നത്. വിദേശത്തു നിന്നും അവധിക്കെത്തുന്ന പ്രവാസികൾ പോലും മടങ്ങുമ്പോൾ ഓണക്കോടിയോടൊപ്പം കൃഷ്ണ പപ്പടവും കൂട്ടിക്കൊണ്ടുപോകാൻ മറക്കാറില്ല. കാരണം അവർക്കറിയാം, ഈ പപ്പടം വെറും ഒരു ഭക്ഷണ സാധനമല്ല, അവരുടെ നാടിന്റെയും കുടുംബത്തിന്റെയും രുചിയുടെ ഓർമ്മ കൂടിയാണെന്നത്. CCV ന്യൂസ്, പാഞ്ഞാൾ.